അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന 8 വിഭാഗം സ്ത്രീകളുടെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു ആ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, തഖ്വയുള്ളവരാകണം. ഭയഭക്തി. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടിയാണെന്ന നിയത്ത് നമുക്കുണ്ടാവണം. നിസ്കരിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഹിജാബ് ധരിക്കുന്നതും മറ്റുള്ളവർ കാണാനല്ല, മറിച്ച് പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം. അങ്ങനെയുള്ള മുത്തക്കീങ്ങളെ, ഭക്തരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. ഒന്നാമത്തെ വിഷയം അപ്പോൾ തഖ്വയുള്ളവരാവണം. രണ്ടാമത്തെ വിഷയം നിസ്കാരം നിലനിർത്തുന്നവർ. ഏത് തിരക്കിലാണെങ്കിലും, യാത്രയിലോ കല്യാണത്തിലോ ആണെങ്കിലും പോലും നിസ്കാരത്തിൻ്റെ 1-ാം സ്ഥാനം നൽകുന്ന സഹോദരിമാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാകണം നാം. 3-ാമത്തെ വിഷയം സത്യസന്ധതയും നിഷ്കളങ്കതയും. ജീവിതത്തിൽ ഒരിക്കലും വഞ്ചനയോ കളവോ കാണിക്കാത്തവർ. സ്വന്തം മാതാപിതാക്കളോടോ ഭർത്താവിനോടോ മക്കളോടോ എന്നും സത്യസന്ധമായി പെരുമാറുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ് സത്യസന്ധത എന്ന് പറഞ്ഞത്. 4-ാമത്തെ വിഷയം ക്ഷമയുള്ളവരാവണം. ക്ഷമയുള്ളവർ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് രോഗമാകട്ടെ, പ്രിയപ്പെട്ടവരുടെ വിയോഗമാകട്ടെ, തളർന്നു പോകാതെ അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് ക്ഷമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാമത്തെ വിഷയം ലജ്ജയും ഹിജാബും. തൻ്റെ സ്വകാര്യ ജീവിതമോ ശരീരമോ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതെ ലജ്ജയുള്ള സ്ത്രീകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ തൻ്റെ കുടുംബകാര്യങ്ങൾ പരസ്യപ്പെടുത്താതെ മാന്യത പുലർത്തുന്നവരാകണം നാം. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. 6-ാമത്തെ വിഷയം സൽസ്വഭാവമുള്ളവരാകണം. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ആരോടും ദേഷ്യമോ അസൂയോ ഇല്ലാതെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന സ്ത്രീകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസങ്ങളാണ്. നന്മയുള്ള സംസാരവും പെരുമാറ്റവും വലിയൊരു പുണ്യമാണ്. 7-ാമത്തെ വിഭാഗം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരും കുടുംബ ബന്ധം ചേർക്കുന്നവരും. പ്രായമായ മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിചരിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നവർ. അതുപോലെ തന്നെ കുടുംബങ്ങൾക്കിടയിൽ ഉള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അള്ളാഹു വലിയ ഇഷ്ടമാണ്. 8-ാമത്തെ വിഭാഗം, അവസാനത്തെ വിഭാഗം സദാ അള്ളാഹുവിനെ സ്മരിക്കുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ. ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവർ. പ്രയാസങ്ങൾ വരുമ്പോൾ ആദ്യം റബ്ബിൻ്റെ മുന്നിൽ കൈയുയർത്തുന്നവർ. അള്ളാഹുവിനെ സ്മരിക്കുന്നവർ അള്ളാഹുവും സ്മരിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, മേൽപ്പറഞ്ഞ 8 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കുക. ഇല്ലെങ്കിൽ അവ നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളായി ജീവിച്ച് മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.